ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച ട്രേഡിംഗ് ചാൻസുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം നിഫ്റ്റി ഓപ്പൺ ആയത് ഒരു ഹെവി ഗ്യാപ് ഡൗണിലായിരുന്നു. ഏതാണ്ട് 180 പോയിന്റിലധികം മൈനസിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. എന്നാൽ അവിടെ നിന്നും വീണ്ടും ഒരു ഡൗൺവേർഡ് സൈഡിൽ കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഏരിയകളിലേക്ക് ഡിക്ലൈൻ തന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ നിഫ്റ്റി അപ്വേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന്. അങ്ങനെ ഫീൽ ചെയ്തവർക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് തുടർന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം ട്രേഡ് ചെയ്യാൻ കഴിയുകയും നല്ല പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. വളരെയധികം സുഹൃത്തുക്കൾ ഈ ഏരിയകൾ കറക്റ്റ് ഫോളോ ചെയ്ത് നല്ല ടാർഗറ്റുകൾ നേടിയതിനെക്കുറിച്ച് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജുകൾ അയച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ നമ്പർ ലഭ്യമായതിനാൽ പലരും ഇതിന് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും മുൻപ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു 3 മാസം, കുറഞ്ഞത് 1 മാസമെങ്കിലും തുടർച്ചയായി നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ട്രേഡിംഗ് എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ലെവലുകൾ വ്യത്യാസപ്പെടുന്നതാണ്. നാൾക്കുനാൾ അവർ ഒരു അറിവ് നേടി വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്തായിരുന്നാലും അത്തരത്തിൽ അറിവുകൾ നേടാൻ കഴിയുന്നുണ്ട് എന്ന് നേരിട്ട് സന്ദേശങ്ങൾ അയക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. വളരെ സന്തോഷമുണ്ട്. പ്രയോജനകരമായി നമ്മുടെ ചാനൽ മാറുന്നു എന്നതിൽ. അപ്പോൾ ഇതിനകത്തെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വൺ സൈഡ് മൂവ് തന്നെയായിരുന്നു അപ്വേർഡ് ഡയറക്ഷനിലേക്ക്. ഈ ഏരിയയിൽ നിന്നും കൃത്യമായും ചെറിയ ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തവർക്ക് ഡേയ്സ് ലോ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ കവർ ചെയ്ത് വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ വീണ്ടും ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് പിന്നെയും തുടർന്ന് അതേ ഡയറക്ഷനിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെയും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പലരും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നാളെ എന്താണ് നിഫ്റ്റിയിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ള ലെവലുകൾ, നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് 22,180 എന്ന ലെവൽ തന്നെയാണ് ഞാൻ ആദ്യ റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സപ്പോർട്ടായി 22,098 എന്ന ലെവലാണ്. 22,098 100 ലെവലാണ് അത് വരിക. അങ്ങനെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,128 എന്ന ലെവലും ഒരു സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, ഞാൻ ഇങ്ങനെ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതിന്റെ കാരണം ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷനായി ഈ ഏരിയയിൽ എവിടെയെങ്കിലുമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ അപ്വേർഡ് തന്നെ മൂവ് ചെയ്യാൻ ആദ്യമായി ലഭിക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ തന്നെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലാണ്. 22,264, 264, 309, 10 ലെവലുകളാണ്. ഈ ലെവലുകൾക്ക് മുകളിൽ ക്ലോസ് ചെയ്യുകയും ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇതിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റന്റ് ഏരിയയാണ് ഈ ലെവലുകൾ കണക്കാക്കുന്നത്. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡിക്ലൈൻ കാണിക്കുന്നുവെങ്കിൽ, ഒരു 15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് കൺവിക്ഷൻ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ, അതുവരെ രേഖപ്പെടുത്തിയ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് പരിശോധിച്ചാൽ പോലും ഒരു നല്ല ഡിക്ലൈൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ വിജിലന്റ് ആയിരിക്കണം. നിഫ്റ്റി ഇപ്പോൾ കുറച്ച് ദിവസമായി ഡിക്ലൈൻ രേഖപ്പെടുത്തുന്നതിനാൽ ഈ ഏരിയയിലെല്ലാം ഒരു പ്രോഫിറ്റ്, ചെറിയൊരു റിവേഴ്സൽ പോലും ഒരുപക്ഷെ വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത തന്നേക്കാം. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് ഡയറക്റ്റ് ഇവിടെ ഈ ലെവലിന് മുകളിൽ 22,346 എന്ന ലെവലിന് മുകളിൽ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഫർദർ ഡിക്ലൈൻ അത്ര വേഗം ഉണ്ടാകില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയും ഈ ലെവലുകൾക്ക് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടിയാൽ അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ
ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് എങ്കിലും അതിന് താഴെ അല്പം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഡിക്ലൈൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി നിഫ്റ്റി ബാങ്കിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 47,678 എന്ന ലെവലാണ് ഞാൻ പ്രധാന റെസിസ്റ്റന്റ് സോണായി ആദ്യം ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. അതുപോലെ തന്നെ 47,377 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. മറിച്ച് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. വീണ്ടും കിട്ടിയേക്കാവുന്ന അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്വേർഡ് തന്നെ പ്രൈസ് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ലെവലാണ് തൊട്ട് മുകളിലുള്ള ഈ തിക്ക് ലൈൻ രേഖപ്പെടുത്തിയ ലെവലാണ് പ്രധാന റെസിസ്റ്റന്റ് ആയി പിന്നീട് നമുക്ക് ലഭിക്കേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി സെൻസെക്സിൽ പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം വാട്സപ്പ് ചാനലിൽ ഇങ്ങനെ ഒരു ലെവൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഈ ഏരിയ ഈ ബ്ലാക്ക് ലൈൻ ലെവൽ സാധാരണയായി ഞാൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ഒരു എൻട്രി ലെവലും ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ ആയാണ് സാധാരണ മുൻപ് മുതലേ നമ്മുടെ ചാനൽ പറഞ്ഞു വന്നിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ലെവൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പലരും ഒരു നല്ല അതിൻ്റെ ഒരു കാരണം അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച ഒരു നിഫ്റ്റിയിൽ ഹീറോ സീറോ കൊടുത്ത് നല്ല ടാർഗറ്റ് കിട്ടിയിരുന്നു. അതിൻ്റെ ഹാങ് ഓവറിലാണ് എന്ന് വേണം പറയാൻ. ഈ ഏരിയയിൽ കൃത്യമായും എൻ്റർ ചെയ്തവർക്ക് ഈ സ്റ്റോപ്പ് ലോസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ടാർഗറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അത് അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഒരു ടാർഗറ്റ് അല്ലാതിരുന്നതുകൊണ്ടും കവർ ചെയ്യാൻ താമസം കാണിച്ചതുകൊണ്ടും ഈ സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റോപ്പ് ലോസ് ലെവൽ ഹിറ്റ് ആയതിനുടനെ പിന്നീട് ലഭിച്ച ഒരു അപ്പ് മൂവ് സാധാരണയായി ഇത്തരത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ള ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ ഉണ്ടായാൽ അതേ ഒരു ഇഫക്റ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നത് കാണാറുണ്ട്. വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ പോലും അത് അവിടെ നിന്നും ഫർദർ പുതിയ ഉയരം വരുന്നതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഞാൻ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇനി ബ്ലാക്ക് ലൈൻ തന്ന് ഡൗൺ സൈഡ് റെഡ് ലൈൻ ആണ് തരുന്നതെങ്കിൽ ഒരു ബൈ ഓപ്ഷൻ ആണ് ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക എന്ന ഇൻഡിക്കേഷൻ ആണ് പോസ്റ്റ് ചെയ്യുന്നതെന്നും ഇതുവരെ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴും ആ ഏരിയയിൽ വരുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന കൺവിക്ഷൻ ലഭിച്ചാൽ മാത്രം അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ലഭിക്കുന്ന ഒരു കൺവിക്ഷൻ തരുന്ന ആ ഒരു മൂവ്മെന്റിന് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്പോൾ രേഖപ്പെടുത്തുന്ന ലോയോ റെഡ് ലൈൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസോ ആയി രേഖപ്പെടുത്തി വേണം ട്രേഡ് ചെയ്യാൻ. ഇത് ഇൻ അഡ്വാൻസ് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഏരിയയിൽ എത്തി പ്രൈസ് ആക്ഷൻ എന്ത് ഇൻഡിക്കേഷൻ ആണ് നൽകുന്നത് എന്ന ഒരു കൺവിക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഈ ഏരിയയിൽ എത്തിയതിന് ശേഷം ഞാൻ ഒരു പോസ്റ്റ് ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ അത് കണ്ട് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെട്ട് ട്രേഡ് ചെയ്യാൻ സാധ്യമായില്ല എന്ന് വരും. ഞാൻ ഇത് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന പ്ലാൻ തന്നെയാണ്. ഞാൻ മറ്റാരോടും ഇത് ട്രേഡ് ചെയ്യണമെന്ന് ഒരു കാരണവശാലും നിർബന്ധിക്കുകയില്ല. എൻ്റെ ഒരു ഗസ്സിങ് ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിടുന്നു. ആരും എന്നെ കുറ്റപ്പെടുത്തിയില്ല, വളരെ അഭിനന്ദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ ഏരിയയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പലരും എന്നെ നേരിട്ട് മെസ്സേജ് അയക്കുകയും എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. വളരെ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള സെൻസെക്സിൻ്റെ ലെവലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് എൻ്റെ റെസിസ്റ്റൻ്റ്, അതായത് പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
73,213 അത് അതായത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തുന്നത്. എന്നാൽ 72,873 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കരുതുന്നത്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കുമൊക്കെ ഒരു 15 മിനിറ്റിന്റെ കൺവിക്ഷൻ ലഭിക്കുകയാണ് ഏറ്റവും ഉചിതം. കാരണം ഒരു വലിയ ലെവലിലോട്ട് റേഞ്ച് മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളാണ് ഇവ രണ്ടും. അപ്പോൾ ഒരു 15 മിനിറ്റിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷൻ നൽകുന്നു എന്ന് നോക്കിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് വീണ്ടും ട്രേഡ് ചെയ്യുക. ഡേയ്സ് ഹൈ ഓർ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലും എന്നാൽ അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ അപ്വേർഡ് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ ഈ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ തുടർന്ന് കിട്ടിയേക്കാവുന്ന ആദ്യ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളായി പ്രവർത്തിച്ചേക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിലും കിട്ടിയേക്കാവുന്ന ഈ സപ്പോർട്ട് സോണുകൾ കഴിഞ്ഞ ദിവസവും ഞാൻ ഇൻഡെക്സുകൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ഏരിയയിലെല്ലാം സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാം. എപ്പോഴാണോ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നത് അപ്പോൾ തന്നെ അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് തീർച്ചയായും ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചിരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഏരിയയിലോട്ട് എവിടെ വന്നു കഴിഞ്ഞാലും ഈ ഏരിയയിലും വളരെ സ്ട്രോങ് ആയ സപ്പോർട്ട് സോണായി മാറാം. അതുപോലെ തന്നെ 72,227 എന്നൊക്കെ ആണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇത് ഞാൻ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പ്രയോജനകരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താല്പര്യപ്പെടുന്നവർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അംഗമാകാൻ ശ്രമിക്കുക. ലിങ്ക് തീർച്ചയായും ചാനലിൻ്റെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ നാളെ ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.